ജോലിക്ക് പോകുന്ന അതേപോലെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുമക്കളുടെ അമ്മമാർക്കാണ് ഈ വീഡിയോ. അവർക്കുള്ള സംശയമായിരിക്കും ഫീഡിങ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. അപ്പോൾ എങ്ങനെ മുലപ്പാൽ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്ത മുലപ്പാലാണെങ്കിൽ കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് 4 മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിൽ, അതായത് നമുക്ക് പുറത്ത് എടുത്ത് വെക്കാൻ പറ്റും. ഈ 4 മണിക്കൂറിനുള്ളിൽ കുട്ടിക്ക് അത് കൊടുത്താൽ മതി. അതുപോലെ നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ്, നമ്മൾ സാധാ വീട്ടിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്ററിലാണ്, ഫ്രിഡ്ജിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്കത് 4 ഡിഗ്രിയാണ് ഫ്രിഡ്ജിലെ സ്റ്റോറേജ് വരിക. ആ 4 ഡിഗ്രിയിൽ നമുക്കത് 4 ദിവസം വരെ, 3 മുതൽ 4 ദിവസം വരെ എന്നാണ് പല ഗൈഡ് ലൈൻസും പറഞ്ഞത്. എങ്കിലും 4ാമത്തെ ദിവസം വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫ്രീസ് ചെയ്തിട്ടാണ്, അതായത് ഫ്രിഡ്ജിനുള്ളിലെ ഫ്രീസറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് 6 മാസം വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ സ്റ്റോർ ചെയ്ത പാല് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കൽ സ്റ്റോർ ചെയ്ത്, അത് ഫ്രിഡ്ജിലാണെങ്കിലും ഫ്രീസറിലാണെങ്കിലും ഒരിക്കൽ നമ്മൾ കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത പാല് അത് ഒരു പ്രാവശ്യം തന്നെ ഉപയോഗിച്ച് തീർക്കാൻ നോക്കുക. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് രണ്ടാമതും ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ട് വീണ്ടും അത് ഉപയോഗിക്കുന്നത് ശരിയായ രീതിയല്ല. നിങ്ങൾ കുഞ്ഞിനെ വിട്ടു നിൽക്കുന്ന സമയവും അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആവശ്യകതയും അനുസരിച്ച് ഒരു ചെറിയ പ്ലാനിങ് മതി. നമുക്ക് 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ മുലപ്പാൽ വെച്ച് തന്നെ നമുക്ക് ഫീഡിങ് മാനേജ് ചെയ്യാൻ പറ്റും.